കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നു വിതരണ പ്രതിസന്ധിയിൽ ഏകദിന ഉപവാസ സമരവുമായി എം.കെ. രാഘവൻ എം.പി. കഴിഞ്ഞ 10 ദിവസമായി മരുന്നു വിതരണം നിലച്ചതോടെ ഡയാലിസിസ് രോഗികളടക്കം വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. അതേസമയം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ 150-ൽ പരം അവശ്യ മരുന്നുകൾ കാരുണ്യ വഴി എത്തിക്കുവാൻ തീരുമാനമായിട്ടുണ്ട്. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, വലിയൊരു പ്രതിസന്ധിയാണ്. മരുന്ന് വിതരണം മുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഉപവാസ സമരവും ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുടെ അടക്കം വികസന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 11 ദിവസമായി വലിയൊരു മരുന്ന് ക്ഷാമമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അനുഭവിക്കുന്നത്. ഇതുവരെ ഇന്നലെ നടന്ന ഡീലേഴ്സുമായി നടന്ന ചർച്ചയിലൊന്നും ഈ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതും ഡയാലിസിസിന് വേണ്ട ഡയാലിസിസ് ചികിത്സക്കടക്കം ആവശ്യമുള്ള മരുന്നുകളിലാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത്. ഇതിൻ്റെ ഭാഗമായി എം.കെ. രാഘവൻ എം.പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ഉപവാസ സമരം, ഏകദിന ഉപവാസ സമരം നടക്കുകയാണ്. സമരപ്പന്തലിൽ രാഘവൻ എം.പി, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള നേതാക്കളെത്തി സമരം ആരംഭിച്ചിട്ടുമുണ്ട്. എം.പി, ഈ പ്രശ്നം ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അനന്തമായി ഇങ്ങനെ നീളുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അല്ല, ഇതിപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് ഇതിൽ തീരുമാനമെടുക്കുന്നത്. ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല, അനങ്ങാപ്പാറന്നയാ. കാരണം ഇത് 5-6 ജില്ലകളിലെ പാവപ്പെട്ട രോഗികളെ ആശ്രയിക്കുന്ന ഏക മെഡിക്കൽ കോളേജാണ്. കഴിഞ്ഞ കുറേ കാലമായി മരുന്നില്ല, ഡയാലിസിസിന് ആവശ്യമായിട്ടുള്ള മരുന്നില്ല, സർജറിക്ക് ആവശ്യമായിട്ടുള്ള മരുന്നില്ല, ഓക്സിജൻ ഇല്ല, ഇൻഷുറൻസിന് 230 കോടി കിട്ടാനുണ്ട്, അതുപോലെ 90 കോടി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് അടക്കാനുണ്ട്. ഒന്നും നടക്കുന്നില്ല. ഗവൺമെൻറ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ രോഗികൾ എങ്ങോട്ട് പോകും? ഇന്നലെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, ആവശ്യ മരുന്നുകളായ കുറച്ച് മരുന്നുകൾ 150-ൽ പരം മരുന്നുകൾ കാരുണ്യ വഴി എത്തിക്കാനൊരു തീരുമാനം എടുത്തു. അതൊരു ശാശ്വത പരിഹാരമാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മെഡിക്കൽ കോളേജ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണം. അതുണ്ടാകുന്നില്ല. ഒരു ചർച്ച പോലും നടത്താൻ മന്ത്രി തയ്യാറാകുന്നില്ല. സമരത്തിൽ ഇന്നൊരു ഏകദിന ഉപവാസ സമരം നടത്തുന്നു. അടുത്ത ദിവസങ്ങളിൽ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം തുടരാനാണോ തീരുമാനം? എങ്ങനെയാണ്? അല്ല, തുടർന്ന് എന്തുവേണം ഞങ്ങൾ ആലോചിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ എന്തുവേണം ഞങ്ങൾ ആലോചിക്കും. കാരണം ഇതൊരു ഗുരുതരമായ വിഷയമാണ്. കാരണം ഈ 10,000-കണക്കിന് പാവപ്പെട്ടവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ്. അവിടെയാണ് നമ്മൾ ഈ സമരം ആരംഭിച്ചത്. നമ്മൾ ആലോചിക്കേണ്ടത്, അവർക്കൊന്നും ഈ സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ കഴിയില്ല സാമ്പത്തികമായി. അവർക്കുള്ള ഏക ആശ്രയം ഇവിടെയാണ്. അതുപോലെ നിഷേധിക്കപ്പെടുന്നു വന്നാൽ ആരോഗ്യവകുപ്പ് മന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്തായാലും എം.പിയുടെ നേതൃത്വത്തിൽ തന്നെ ഉപവാസ സമരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീ എം.കെ. മുനീർ MLA വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. നേരത്തെ MP ഒക്കെ വ്യക്തമാക്കിയതുപോലെ തന്നെ നിലവിൽ 90 കോടിയോളം രൂപ ഇത്തരത്തിൽ ഈ ന്യായവില ഷോപ്പുകൾക്ക് നൽകാനുണ്ട്, സർക്കാർ തലത്തിൽ നൽകാനുണ്ട്. അതിലിപ്പോൾ ഇന്നലെ നടന്ന ചർച്ചയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അടിയന്തരമായി 30 കോടി രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ മരുന്ന് വിതരണം പുനരാരംഭിക്കാൻ സാധിക്കൂ എന്ന കാര്യമാണ്. പക്ഷേ ഇന്നലെ ആ ചർച്ചയിൽ കാര്യമായ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഒരു താൽക്കാലിക ആശ്വാസം എന്ന് പറയാവുന്ന തരത്തിൽ എത്തിയ ഒരു തീരുമാനമെന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നൊരു യോഗത്തിൽ ഈ കാരുണ്യ വഴി 150-ൽ പരം ആവശ്യ മരുന്നുകൾ ഉടനെ എത്തിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങളിലേക്ക് ആ മരുന്ന് എത്തി തുടങ്ങിയാൽ മാത്രമേ അത് എത്രത്തോളം ഫലപ്രദമാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും മരുന്ന് വിതരണം നിലച്ചത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഡയാലിസിസ് രോഗികൾക്കടക്കം മരുന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്.